നമുക്ക് ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം അല്പം മുമ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സമരം ചെയ്യുന്ന ആശമാരെ വീണ്ടും ചർച്ചയ്ക്കായി വിളിച്ചിട്ടുണ്ട്. നേരത്തെ ഉദ്യോഗസ്ഥലത്തിൽ ഒരു ചർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ മന്ത്രി നേരിട്ട് പങ്കെടുക്കും എന്നൊരു ആനുകൂല്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഗോകുൽ ഇപ്പോൾ എവിടെയാണല്ലോ? സെക്രട്ടറിയുടെ മുന്നിലാണോ, നിയമസഭയിലാണോ? ചർച്ച നടക്കുന്നത് എവിടെയാണ്? ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ, ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നിയമസഭയ്ക്കുള്ളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ ിന് മുൻപിലെ സമരവേദിക്ക് മുൻപിൽ നിന്നാണ്. അതായത് കേരള ആശാ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ്റെ സമരം ഇന്ന് 38 ദിവസം തികയുകയാണെന്നുള്ളതാണ്. ഈ ഒരു സമയത്താണ് രാവിലെ ഇത്തരത്തിൽ NHM ഡയറക്ടർ വിളിച്ചു ചേർത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. ആ മീറ്റിംഗാണ് ഇപ്പോൾ അലസിപ്പോവുകയും തുടർന്ന് ഈ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് വീണ്ടും ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ വകുപ്പ് മന്ത്രിയുടെ തലത്തിൽ നടക്കുന്ന മൂന്നാമത്തെ ചർച്ചയാണെന്നുള്ളതാണ്. ആദ്യത്തെ 2 ചർച്ചകളും പരാജയമായിരുന്നു. ആദ്യത്തെ ചർച്ചകളിലൊക്കെ ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക അടക്കമുള്ള ഇവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ഓണറേറിയം ഇവർക്ക് 3 മാസം കുടിശ്ശികയായി കിടക്കുന്ന ചില സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് തീർപ്പാക്കും തുടങ്ങിയ കാര്യങ്ങൾ അന്ന് പറഞ്ഞുവെങ്കിലും അത് 2 മാസത്തെ തുക മാത്രമാണ്. ഈ മാസത്തെ അടക്കമുള്ളവ പെൻഡിംഗ് ആയി കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. എന്തായാലും 21,000 രൂപയായി ഈ ഓണറേറിയം തുക വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ഈ ആശാ വർക്കർമാരുടെ ആനുകൂല്യങ്ങൾ അത് 5 ലക്ഷം രൂപയായിട്ട് പെൻഷൻ തുക നൽകുക തുടങ്ങി ഈ ഓണറേറിയത്തിന് നിരവധി മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ആ 10 മാനദണ്ഡങ്ങൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തത്. ആ മാനദണ്ഡങ്ങൾ, അതായത് ഉപാധികളില്ലാതെ ശമ്പളം ലഭിക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ആ ആവശ്യം ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം മുൻപോട്ട് പോവുകയും അത് സർക്കാർ നടപ്പിലാക്കണമെന്നുള്ളതാണ് ഇത്തരത്തിൽ അവരുടെ ആവശ്യം. എന്തായാലും വരും ദിവസങ്ങളിലും സമരം കടുപ്പിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ 3 മണിയോടുകൂടിയാണ് ഈ ചർച്ച, ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച 3 മണിയോട് മുൻപോട്ട് പോവുകയാണ്. ആ ചർച്ചയിലെങ്കിലും തീരുമാനത്തിലെത്തും എന്നുള്ളതാണ്. ഇത്രയും പ്രതിസന്ധിയിലാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചർച്ചയിലൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ നേതാക്കളൊക്കെ തന്നെ ആ ചർച്ചയ്ക്കായി പോയിട്ടുണ്ട്. മിനി ബിന്ദു അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിനിധികളടക്കമുള്ളവർ അവിടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിലവിൽ. ഇവിടെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മഴ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞവരൊക്കെ സമരം ചെയ്യുന്നത് നമ്മൾ ആ ഗതികേട് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. അവരിയ്ക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? MG റോഡിലെ അവസ്ഥ എങ്ങനെയാണ്? തിരക്കാണോ? അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സംവിധാനമുണ്ടോ? സെക്രട്ടറിന് മുമ്പിൽ മഴയുണ്ടോ? ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ഇന്ന് തീർന്ന് വീട്ടിൽ പോകാമെന്നൊരു പ്രതീക്ഷ അവിടെ ഇരിക്കുന്ന ആശമാർക്കുണ്ടോ? പ്രതീക്ഷ, അങ്ങനെ ഒരു പ്രതീക്ഷ ഇവർക്കില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ഈ ചർച്ച മുൻപോട്ട് പോയതെന്നും എങ്ങനെയാണ് ആശാപ്രവർത്തകരെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ നോക്കിക്കണ്ടതെന്നും സർക്കാർ എങ്ങനെയാണ് ഈ സമരത്തെ നോക്കിക്കണ്ടതെന്നും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അവരെല്ലാവിധ മുന്നൊരുക്കത്തിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയത്തും വെയിലത്തും ഒക്കെയാണ് ഈ സമരം കഴിഞ്ഞ 38 ദിവസമായി മുൻപോട്ട് പോകുന്നത്. അതായത് ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ ഇടയ്ക്കൊരു വേനൽ മഴ പെയ്തു. ആ വേനൽ മഴയിൽ സർക്കാർ ഈ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് സർക്കാർ എങ്ങനെയാണ് ഈ സമരം അടിച്ചമർത്താൻ ശ്രമിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഈ ടാർപോളിൻ ഷീറ്റ് കുറച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ ടാർപോളിൻ ഷീറ്റ് പിടിച്ചുകൊണ്ട് പോവുക, അത് കോടതി അലക്ഷ്യമാണ്, നടവഴിയിലിരുന്ന് സമരം ചെയ്യാൻ പാടില്ല തുടങ്ങി പല ന്യായങ്ങൾ ആ സമയത്ത് ഉന്നയിച്ചിരുന്നു. ആ ന്യായങ്ങളൊക്കെ മുട്ടിപ്പോക്കായി മാറുകയും. അവരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകാൻ കഴിയുമോ ഗോകുൽ? അവരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോകാൻ ഇപ്പോൾ കഴിയുമോ? കാരണം ഇങ്ങനൊരു മോശപ്പെട്ട അന്തരീക്ഷത്തിൽ വെയിലും മഴയും കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നു. ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകും, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാകും എന്ന പ്രതികരണമുണ്ടോ അവർക്ക്? അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാൻ കഴിയുമോ? തീർച്ചയായും കനത്ത വേനൽ വെയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സമയത്താണ് നിങ്ങളുടെ സമരവുമായി അതെ. എങ്ങനെയാണ് ഇനി പ്രതീക്ഷ? ഇപ്പോൾ ആരോഗ്യമന്ത്രി നേതൃത്വത്തിൽ ചർച്ചയുണ്ട്. അതിൽ നമ്മുടെ കാര്യമൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് നിരാഹാര പ്രതിഷേധം തന്നെ. നാളെ ശക്തമായ പ്രതിഷേധമായിരിക്കും. ഞങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടാതെ ഞങ്ങൾ നിർത്തൂല. അതാണ്. 38 ദിവസമായി വെയിലെന്നില്ല, മഴയെന്നില്ല. ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ്. കിടന്ന് മഴ ഇന്നലത്തെ പോകാൻ പറ്റുമോ? 38 ദിവസമായിട്ട് അവർ ചുമ്മാ അഴിച്ചു പോകാൻ പറഞ്ഞാൽ അഴിച്ചു പോകാൻ പറ്റുമോ? അപ്പോൾ അവർ ഡിമാൻഡുകൾ അംഗീകരിക്കണ്ടേ? എല്ലാം അംഗീകരിച്ചില്ലെങ്കിലും കുറേ കാര്യങ്ങൾ അംഗീകരിച്ചാലല്ലേ നമുക്ക് അഴിച്ചു പോകാൻ പറ്റുള്ളൂ. 38 ദിവസമായി നമ്മളിവിടെ ഇരിക്കുന്നില്ലേ. ഇതുവരെ അവർ 5 ദിവസം 10 ദിവസമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞാൽ ശരി. അതല്ലല്ലോ അവർ ഈ 38ാമത്തെ ദിവസം വിളിച്ചിട്ട് ചുമ്മാ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞാൽ പറ്റുമോ? പോകാൻ പറ്റുമോ? എങ്കിൽ പിന്നെ ഇനി നമുക്കൊരു സമരമായിട്ട് മുന്നോട്ട് വരാൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ചയിൽ ഈ NHM ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് മന്ത്രി എന്താണ് പറയണമെന്ന് അറിഞ്ഞുകൂടാ ഇത്രയും ദിവസമായിട്ട്. എന്നാലും ശുഭപ്രതീക്ഷയാണ്. ഇതുവരെ ഈ സമരത്തോട് ഒരു
അനുകൂല നിലപാടല്ല മന്ത്രി. അല്ല ഇതുവരെ ഒരു അനുകൂല നിലപാടെടുത്തിട്ടില്ല. ഇന്നതാ 3 മണിക്ക് വിളിച്ചേക്കിന് പിന്നെ മന്ത്രിയുടെ കനിവ് കൊണ്ട് ഇതായിട്ട് വരണമെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിത കാലം തന്നെ രാപ്പകൽ സമരം ഇത് പട്ടിണി കിടന്നതിന് സമരം ചെയ്യാൻ പോണത്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇതായാലും ഞങ്ങൾ തിരിച്ചു പോവുള്ളൂ. നമ്മുടെ ന്യായമായ ആവശ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലാതെ അനീതിയായിട്ടുള്ള ആവശ്യങ്ങളല്ല. ഒരു ദിവസം ഒരു 700 രൂപ വേതനം എന്ന് പറയുന്നത് തുച്ഛമായ വേതനം തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. ഈ 38 ദിവസമായി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2-4 ദിവസം മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. കനത്ത മഴയൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോഴും ഈ സമരം മുൻപോട്ട് പോകുന്നത് കനത്ത മഴയിലും വെയിലും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുത്തിട്ട് ഞങ്ങൾ പോകും. സമരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അനീതിയല്ല, ന്യായമായിട്ടുള്ളതാണ്. ഒരു ദിവസം 700 രൂപ വേതനം എന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശമാണ്, അല്ലാതെ അനീതിയായിട്ട് ചോദിക്കുന്നില്ലല്ലോ. 1 കിലോ എണ്ണയ്ക്ക് 300 രൂപ, 1 കിലോ അരിക്ക്. അപ്പം നമുക്ക് എത്ര ദിവസം നമുക്ക് 232 ജീവിക്കാൻ പറ്റും? ഇത്തരത്തിൽ ഇവരുടെ ഈ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ മന്ത്രി കൊച്ചമ്മയുടെ വീട്ടില് വേല ചെയ്തതിന്റെ പൈസ അല്ല ഞങ്ങൾ കേൾക്കണത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ ഒരു ശമ്പളമാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ കേൾക്കുന്നത്. അത് അവർ തന്നേ പറ്റുള്ളൂ. മെസ്സേജ് എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക, അയഞ്ഞ വസ്ത്രം ധരിക്കുക, കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുക. ഞങ്ങൾ കുട്ടിയൊക്കെ എന്തെല്ലാം മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ നമ്മൾ നിർജ്ജലീകരണം ഉണ്ടാവാതെ, അതുങ്ങൾ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കാനും നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് അവർ ഓരോ വീടുകളിലും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഇപ്പം ഓരോരോ രോഗങ്ങൾ വരുന്നത്, അതുകൊണ്ട് നമുക്ക് ഓരോരോ നിർദ്ദേശങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർക്ക് പറയാൻ നിരവധി കഥകളുണ്ട്. കാരണം ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഗൗരി അവസാനം പറഞ്ഞ ഭാഗമാണ് വളരെ ശ്രദ്ധേയം. ഓരോ വീടുകളിലും കയറിയിറങ്ങി നിർജ്ജലീകരണം തടയണം, കാലാവസ്ഥ വളരെ മോശമാണ്, 30 ഡിഗ്രിയിലധികം ചൂട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ്, ഒരുപക്ഷെ കുടിവെള്ളക്ഷാമം ഉണ്ടായേക്കാം, കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം, പ്രായമായവരും ശ്രദ്ധിക്കണം, കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം, ഇന്ന വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്, കറുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ, കേരള മോഡൽ ആരോഗ്യം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ്. ഏറ്റവും റൂട്ടിലെ ബേസാണ് ഇവർ, ആശാവർക്കർമാർ. ഏറ്റവും താഴെ തട്ടിലെ കണ്ണികളാണ് ആശാവർക്കർമാർ. അവരോടാണ് ഈ സമരത്തോട് അനുഭാവപൂർണ്ണമല്ലാത്ത സമീപനം കഴിഞ്ഞ് കുറേ ദിവസമായി സ്വീകരിക്കുന്നത്. 3 മണിക്ക് ചർച്ച നടക്കാൻ പോവുകയാണ്. ഏതായാലും അവർ ഈ ചർച്ച പരാജയമാണെങ്കിലും സമരം തുടരും എന്ന പ്രതികരണത്തിൽ തന്നെയാണ്, എന്ന നിലപാടിൽ തന്നെയാണ്. രതീഷ, തീർച്ചയായും ഈ സമരം മുൻപോട്ട് പോകുമെന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ചർച്ചകൾ എങ്ങനെയാണ് മുൻപോട്ട് പോയതെന്നും അവരുടെ നേതാക്കളെ എങ്ങനെയാണ് സമൂഹത്തിന് മുൻപിൽ താറടിച്ച് കാണിക്കാൻ എത്രത്തോളം ശ്രമം ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രത്തോളം ശ്രമം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ താറടിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ചർച്ചകൾ ഇനി മുൻപോട്ട് പോകുന്നതെങ്കിൽ വീണ്ടും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നിവർക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. NHM ഡയറക്ടർ തന്നെ വിളിച്ച് ചേർത്ത ചർച്ചയായതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും ഒരു നീതി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അത് എന്തായാലും ഉണ്ടായില്ല. ഇനിയിപ്പോൾ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവരുടെ പ്രതിനിധികളൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട്. എസ് മിനി അടക്കമുള്ള നേതാക്കൾ, ആർ ബിന്ദു അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ളവർക്ക്, കേരള ആശാ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റും അടക്കമുള്ളവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ചർച്ചയുമായി സംബന്ധിക്കാൻ വേണ്ടി പോയ ആളുകളൊക്കെ തന്നെ ഇനിയിപ്പോൾ ഈ 4 മണിയോടുകൂടി ഈ ചർച്ച കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവരിവിടെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് ഗോകുൽനാഥ് വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ പ്രതികരണം അത് വളരെ രൂക്ഷമായ ഭാഷയിൽ, രൂക്ഷമായ വികാരത്തിൽ തന്നെയാണ്. 3 മണിക്ക് ഇപ്പോൾ 2:56 സമയം, 3 മണിക്ക് ചർച്ച നടക്കാൻ പോവുകയാണ്. നിയമസഭയിലാണ്. അവർക്ക് കയറിപ്പോകാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്നറിയില്ല. നിയമസഭ വലിയ കർശന സുരക്ഷാ സംവിധാനമുള്ള ഒരിടമാണ്. അവിടെയാണ് ചർച്ചയ്ക്ക് ഇപ്പോൾ ആശാവർക്കർമാരുടെ നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരത്തിലെ ചർച്ചയെന്ന് പറയാൻ കഴിയില്ല, സമരം പിൻവലിക്കണമെന്ന അഭ്യർത്ഥന വയ്ക്കാനായി ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിച്ച യോഗം അലസിപ്പിരിഞ്ഞതിന് പിന്നാലെ, വിമർശനം കടുക്കുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ചർച്ച നിയമസഭയിലേക്ക് മാറുന്നത്. മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് പറയപ്പെടുന്നു. എന്തായാലും അനുകൂലമായ പ്രതീക്ഷാഭരിതമായൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.